എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 12 വർഷത്തിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റം 2025 ചില രാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ അനുഭവത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇടവം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ദേവഗുരുവായ വ്യാഴം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നേർഗതിയിലേക്ക് എത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിലുള്ള ഈ മാറ്റം രാശികളിൽ കാര്യമായ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ ഗ്രഹമാറ്റത്തിലൂടെ ചില നക്ഷത്രക്കാർക്ക് അഥവാ രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നല്ല കാലം ആരംഭിക്കും. ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാൻ ഈ യോഗം വഴി ഇവർക്ക് സാധിക്കും. ഏതെല്ലാം നക്ഷത്രജാതരാണ് ഇതിൽ വന്നു ചേരുക എന്നൊന്ന് പരിശോധിക്കാം. ആദ്യമായി മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം. മേടം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം വക്രഗതിയിലേക്ക് കടക്കുന്നത് കാരണം വളരെയധികം ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. വ്യാഴം ഈ രാശിയുടെ ധനം, അതുപോലെ തന്നെ ഭക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. എഴുത്ത്, മാധ്യമ പ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം വളരെയധികം ഗുണകരമായിരിക്കും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പള വർധനയും ഉണ്ടാകും. തടഞ്ഞു വച്ച പണം തിരികെ ലഭിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. നിക്ഷേപം നടത്തുവാനും ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കും. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. അടുത്തതായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. വ്യാഴത്തിൻ്റെ നേർഗതി ഇടവം രാശിയിൽ ജനിച്ച ആളുകൾക്കും ഗുണകരമാകും. ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് വ്യാഴം നേർഗതിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പല മേഖലകളിലും വിജയവും തങ്ങളുടെ വ്യക്തിപ്രഭാവവും ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടുവാനും ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരം ലഭിക്കും. സമൂഹത്തിൽ ഇവരുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. വിവാഹിതരായിട്ടുള്ളവർക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. ദാമ്പത്യത്തിൽ ജീവിത പങ്കാളിയുടെ പൂർണ്ണ സഹകരണം ലഭ്യമാകും. കുടുംബത്തിൽ സുഖവും ശാന്തിയും വർദ്ധിക്കും. അടുത്തതായി കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം അവസാനകാൽ ഭാഗം, പൂയം, അതുപോലെ തന്നെ ആയില്യം. കർക്കിടകം രാശിയിൽ ജനിച്ച ആളുകൾക്ക് വ്യാഴം നേർഗതിയിലേക്ക് എത്തുന്നത് സാമ്പത്തികമായി വളരെയധികം ഗുണകരമാണ്. ഇവരുടെ ജാതകത്തിൽ ലാഭവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് വ്യാഴം നേർഗതിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ വരുമാനം വർദ്ധിക്കുകയും പുതിയ വഴികളിലൂടെ സമ്പാദ്യം തേടിയെത്തുകയും ചെയ്യും. ജോലിയിൽ താല്പര്യവും കാര്യക്ഷമതയും വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരുടെ സഹകരണം ലഭിക്കും. നിക്ഷേപങ്ങൾ നടത്തുവാനും സ്വത്തുവകകൾ വാങ്ങുവാനും ഈ സമയം വളരെ അനുകൂലമാണ്. ഓഹരി വിപണിയിൽ നിന്നോ ലോട്ടറിയിൽ നിന്നോ ഒറ്റയടിക്ക് ധാരാളം പണം കൈവന്ന് ചേരുന്ന അവസ്ഥയും ഉണ്ടാകും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.